വെണ്ടയ്ക്ക ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ്. ഇത് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന കറിയാണ്. കഴിക്കാൻ നന്നായിരിക്കും. ഉയർന്ന അളവിൽ നാരുകളും കുറഞ്ഞ അളവിൽ കാലറി അടങ്ങിയ വെണ്ടയ്ക്ക കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി തോന്നുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും. ഇങ്ങനെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. നല്ല രുചിയുള്ള ഈ വെണ്ടയ്ക്ക എളുപ്പക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമോ? 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. എന്നിട്ട് കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം 1 നുള്ളു ഉലുവ, 1 നുള്ളു ജീരകം, 2-3 ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം. ഈ സമയം നല്ല മണമാണ്. 1 സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് ഉള്ളി സോഫ്റ്റ് ആവുന്നത് വരെ മാത്രം വഴറ്റിയിട്ട് 5 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, 3 പച്ചമുളകും ചേർത്ത് ഒന്നുകൂടെ വഴറ്റി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയിട്ട് 100 ഗ്രാം വെണ്ടയ്ക്ക നീളത്തിൽ മുറിച്ച് ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് അടച്ചു വെച്ച് ചെറുതീയിൽ കുക്ക് ചെയ്യാം. പകുതി വെന്ത വെണ്ടയ്ക്കയിൽ 1 നെല്ലിക്ക വലിപ്പം പുളിവെള്ളം, കൂടെ ഒരു ചെറിയ പീസ് ശർക്കരയും ചേർക്കാം. ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്. കറി തിളച്ച് വെണ്ടയ്ക്ക കുക്കായി കഴിയുമ്പോൾ 1 സ്പൂൺ കടലമാവ് 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി ചേർക്കാം. തിളയ്ക്കുമ്പോൾ കുറുകിയ ഗ്രേവിയോട് കൂടിയ വെണ്ടയ്ക്ക കറി റെഡിയായി.